ഇപ്പോൾ സിറ്റിസൺഷിപ്പ് നേടുന്നതിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏത് ആർട്ടിക്കിൾ മുതൽ ഏതുവരെ? 5 മുതൽ 11 വരെ പറയുന്നുണ്ട്. പാർട്ട് 2ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിൽ ഏക പൗരത്വം മാത്രമാണ്, സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. നമ്മളിത് ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തതെന്ന് വെച്ചാൽ വി ഹാവ് ബോറോഡ് ഇറ്റ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള പോളിസിയാണ്. ബിക്കോസ് ബ്രിട്ടനിലും സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ US കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഡബിൾ സിറ്റിസൺഷിപ്പ് ആണ്. ഓക്കെ, ഒരിക്കൽ പരീക്ഷ വന്നിട്ടുണ്ട്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഡസ് വേരി വിത്ത് US കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് വേരി ചെയ്ത് നിൽക്കുന്ന 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ സിറ്റിസൺഷിപ്പ് ആയിരുന്നു. ബിക്കോസ് അമേരിക്കയിൽ ഡബിൾ സിറ്റിസൺഷിപ്പ്, അവിടെ ഓരോ സംസ്ഥാനങ്ങളും എന്താണ് ഓരോ സിറ്റിസൺഷിപ്പ്. ഇപ്പോൾ ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരാൾ ന്യൂയോർക്ക് സിറ്റിസൺഷിപ്പ് എടുത്തിരിക്കണം ഇൻ ടോട്ടൽ അമേരിക്കൻ സിറ്റിസൺഷിപ്പ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ലല്ലോ. കേരള സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ പ്രത്യേകവും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് ഒരൊറ്റ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഇനി ഇന്ത്യയിൽ പൗരത്വത്തിനെ കുറിച്ച് എന്ത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? പാർലമെന്റിന് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ അടുത്തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാനായിട്ട് 5 വഴികളുണ്ട്. 5 രീതിയിൽ നമുക്ക് എന്താണ് പൗരത്വം നേടാൻ പറ്റും. 3 രീതിയിൽ എന്താ നമ്മൾ പൗരത്വം സിറ്റിസൺഷിപ്പ് ലൂസ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആർട്ടിക്കിൾസ് 5 മുതൽ 11 വരെ ആർട്ടിക്കിൾസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ട് കുറച്ച് ആർട്ടിക്കിൾസ് അറിഞ്ഞിരിക്കണം, പരീക്ഷ ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വരുന്നതാണ് ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 5. ഓക്കെ, ആർട്ടിക്കിൾ 5 പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്ന ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. ഈ 5ന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ 5 വഴിയിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് നേടാം, ഏതൊക്കെ 3 വഴിയിൽ നമുക്ക് എന്താണ് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം. ഈ എല്ലാ കാര്യവും പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 5 ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ് എന്ന് മാത്രം എഴുതാം. ആർട്ടിക്കിൾ 5 ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ് എന്ന് മാത്രം എഴുതാം. ഓക്കെ, അടുത്ത് വരുന്നതാണ് ആർട്ടിക്കിൾ 6. ആർട്ടിക്കിൾ 6. ആർട്ടിക്കിൾ 6 എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് വെച്ചാൽ നോക്കാം. ഇന്ത്യ ക്രിയേറ്റ് ആയപ്പോൾ, ഓക്കെ, ഓഗസ്റ്റ് 15 ഇന്ത്യ 1947 ഇന്ത്യ ഇങ്ങനെ ക്രിയേറ്റ് ആയി വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കുറെ ആൾക്കാർ എന്താണ് ഇന്ത്യ ഒരു സൈഡിൽ വരുന്നു, പാകിസ്ഥാൻ ഒരു സൈഡിൽ വരുന്നു. ഓക്കെ, ഇന്ത്യ ഇവിടെ വരുന്നു, പാകിസ്ഥാൻ ഒരു സൈഡിൽ വരുന്നു. അപ്പോൾ കുറെ ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് പാകിസ്ഥാനിൽ നിൽക്കാൻ താല്പര്യമില്ല. അവരൊക്കെ എങ്ങോട്ട് വന്നാൽ മതി. ബിക്കോസ് അവർക്കറിയാം പാകിസ്ഥാനിൽ നിന്ന് ആപത്താണ്, അത് വളരെ മോശമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നതെന്ന് എന്താണ് അവർക്ക് തോന്നൽ വന്നു. അപ്പൊ ഈവൻ ദോ അവർക്ക് വീടും വസ്തുവും കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെല്ലാം വിട്ടിട്ട് എങ്ങോട്ട് വന്നു? ഇന്ത്യയിലോട്ട് കയറി വന്നു. എന്നാൽ കുറെ ആൾക്കാർ എന്ത് ചെയ്തു? നമുക്ക് ഇന്ത്യയല്ല നമ്മുടെ നാട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിട്ട് എങ്ങോട്ട് പോയി? പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് പൗരത്വം കൊണ്ടുവന്നപ്പോൾ, സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ ആ സിറ്റിസൺഷിപ്പിന് മുമ്പേ കുറെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്ത്യക്കകത്ത് കയറി വന്നിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ് നിയമം ഇന്ത്യക്കകത്ത് വന്നതിന് ശേഷം ആദ്യമായിട്ട് സിറ്റിസൺഷിപ്പ് നിയമം വരുന്ന 1955 ഇന്ത്യക്കകത്ത്. ഓക്കെ, അപ്പൊ ഈ സിറ്റിസൺഷിപ്പ് നിയമം വരുന്നതിന് മുമ്പ് കുറെ പാകിസ്ഥാനിലുള്ള ആൾക്കാർ ഇന്ത്യക്കകത്ത് കയറി വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് സിറ്റിസൺഷിപ്പ് വന്നതിന് ശേഷം എന്താണ് കുറച്ച് പാകിസ്ഥാനിലുള്ള ആൾക്കാർ എന്താണ് ഇന്ത്യക്കകത്ത് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അതേപോലെ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് എന്താണ് കുറെ പേരെന്താണ് പാകിസ്ഥാനിലോട്ട് പോയുണ്ട്. ഈ സിറ്റിസൺഷിപ്പ് ആക്ട് വന്നതിന് ശേഷം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എന്താണ് പാകിസ്ഥാനിലോട്ട് പോയിട്ടുള്ളൂ. ഓക്കെ, 1955 നിയമം വരും മുമ്പേ കുറെ ആൾക്കാർ എന്താണ് പോയിട്ട്, സ്വാതന്ത്ര്യ സമയത്ത് 1947 സമയത്താണ് എന്ത് ചെയ്യുന്നത് കൂടുതലും ഇന്ത്യയിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പാകിസ്ഥാനിൽ പോയിട്ടുള്ളൂ. അതിനുശേഷം ഒന്നും പോയിട്ടില്ല. ബിക്കോസ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർട്ടിക്കിൾ 6 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് കയറി വന്നിട്ടുണ്ട് ആരുണ്ടോ അവരെ കുറിച്ചുള്ള സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുകയാണ് ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 6 ഡീൽസ് വിത്ത് പീപ്പിൾ ഹു ഹാവ് മൈഗ്രേറ്റഡ് ഫ്രം Pakistan to India. Okay, citizenship of ഇങ്ങനെ എഴുതിക്കണം, citizenship of പീപ്പിൾ ഹു ഹാവ് മൈഗ്രേറ്റഡ് ഫ്രം പാകിസ്ഥാൻ ടു ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്നവർക്ക് പൗരത്വം. എന്തൊക്കെയെന്ന് വെച്ചാൽ അതിൽ ബേസിക് നിയമങ്ങൾ നോക്കും, കുറെ ബേസിക് ഫാക്ടേഴ്സ് നോക്കിയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. ആ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ വന്നു, ഓക്കെ, നമ്മൾ എതിർ രാജ്യമാണ്, പെട്ടെന്ന് വന്നിട്ടുണ്ട് ഓടിയെടുത്ത് സിറ്റിസൺഷിപ്പ് കൊടുക്കുക, അങ്ങനെയല്ല. അതിൽ കുറെ കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ ഇന്ത്യൻ ഗവൺമെന്റ് സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുള്ളൂ. അതിനെക്കുറിച്ച് പറയണതാണ് ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത്. അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ വന്നവരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 6 ആണെങ്കിൽ
നോക്കാം, ഇന്ത്യ വിട്ട് പാകിസ്ഥാനിൽ പോകുന്നു, നമ്മളെ നാട്ടിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് പോവുകയാണ്. അപ്പൊ ഇവരെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്താണ് ഇവിടെ വിടുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 7 പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇറ്റ് ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ് ഓഫ് പീപ്പിൾ ഹു മൈഗ്രേറ്റഡ് ഫ്രം ഇന്ത്യ ടു പാകിസ്ഥാൻ. ഓക്കെ, എന്ന് പറയുമ്പോൾ കൂടുതലും എന്താണ്, ആ ക്യാൻസലേഷൻ ചെയ്തു വിടാൻ. നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ഒക്കെ ചെയ്തു വിടുന്ന എവിടുന്നെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പാകിസ്ഥാനിലോട്ട് പോയപ്പോഴാണ്. മിക്ക ആൾക്കാരും ആദ്യം, പിന്നെയാണ് പിൽക്കാലത്താണ് US-ഉം UK-യും കാനഡയും അങ്ങനെയൊക്കെ ആൾക്കാർ പോകുന്നത്. ആദ്യമൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന എല്ലാവരും ആദ്യം ഈ 2 ഡിവിഷൻ വന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആയപ്പോൾ കൂടുതൽ ആൾക്കാർ പാകിസ്ഥാനിലോട്ട് പോകാനായിട്ട് ശ്രമിച്ചു. കുറച്ച് ആൾക്കാർ പാകിസ്ഥാൻ ഇഷ്ടമുള്ളവർ പാകിസ്ഥാനിലോട്ട് പോകാൻ ശ്രമിച്ചു. അപ്പൊ അവരെല്ലാം എന്താണ്, സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്ത് വിട്ടു. ഇനി നിങ്ങൾ വന്നാൽ സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് എന്താണ്, എല്ലാം ക്യാൻസൽ ചെയ്ത് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഓർത്തോണം, ഇറ്റ് ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ് ഓഫ് പീപ്പിൾ ഹു ഹാവ് മൈഗ്രേറ്റഡ് ഫ്രം ഇന്ത്യ ടു പാകിസ്ഥാൻ. ഓക്കെ, ഇന്ത്യ ടു പാകിസ്ഥാൻ. ഇതിൽ വീണ്ടും ഒരു ക്ലോസ് ഒക്കെ വരും. ഇവർ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിൽ പോയി, അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി ഇന്ത്യ എന്നുള്ള സ്വർഗമാണെന്ന്. പിന്നെ ഇവർ ഓടി തിരിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇതിൻ്റെ അകത്ത് വരും. നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ പഠിക്കേണ്ടത് ജസ്റ്റിസ് ഇറ്റ് ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ് ഓഫ് പീപ്പിൾ ഹു മൈഗ്രേറ്റഡ് ഫ്രം ഇന്ത്യ ടു പാകിസ്ഥാൻ. വളരെ ഡീപ്പില് ഉള്ളിലോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്ത വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 5, 6, 7 കാട്ടിയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 8. ആർട്ടിക്കിൾ 8 വളരെ ശ്രദ്ധിച്ചോണം. ആർട്ടിക്കിൾ 8 എന്ന് പറയുന്നത് PIO പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഓക്കെ, ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫർ ആണ് എന്തെന്ന് പറയുന്നത് PIO എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യൻ പൗരനാവില്ല, പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഉള്ള ഒരു പൗരന് ലഭിക്കേണ്ട, ഒരു ഇന്ത്യൻ സിറ്റിസണിന് ലഭിക്കുന്ന പല ബെനിഫിറ്റ്സും എന്താണ്, ഒരു PIO എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ PIO സ്റ്റാറ്റസ് കിട്ടിയ ഒരു വ്യക്തിക്ക് കൊടുക്കും. എന്താണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിയെ കൺസിഡർ ചെയ്യുക, ഇതൊരാളാണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ വ്യക്തി ഇന്ന് താമസിക്കുന്നത് USA-യിലാണെന്ന് എടുക്കുക, അമേരിക്കയിലാണ് താമസിക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ, അദ്ദേഹം അമേരിക്കയിൽ ജനിച്ച ഒരു വ്യക്തി തന്നെയാണ്, അവരും ഫുൾ അമേരിക്കയിൽ തന്നെയാണ് താമസിച്ചത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായിരുന്നു, അദ്ദേഹം എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ഇന്ത്യക്കാരനായിരുന്നു. ഓക്കെ, ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നു, ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. പക്ഷെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ട് പൊയ്ക്കളഞ്ഞ്, അമേരിക്കയിലോട്ട് പൊയ്ക്കളഞ്ഞ്, ജോലിയോ പഠനത്തിന്റെ ആവശ്യത്തിന് അമേരിക്കയിൽ പോയി. അപ്പൊ ഇദ്ദേഹം എന്താണ്, നമുക്കൊരു NRI ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കാരനായിട്ട് എവിടെ നിന്ന് ജോലി ചെയ്യണം, അമേരിക്കയിൽ നിന്ന് ജോലിയോ പഠനമോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഗൾഫിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ സെയിം അതേ കേസാണ്. പക്ഷെ ഇദ്ദേഹം അമേരിക്കയിൽ തന്നെ നിന്നതിന് ശേഷം ഇദ്ദേഹം അവിടെ തന്നെ താമസിച്ചു. എന്നിട്ട് എന്താണ്, ഇദ്ദേഹത്തിന്റെ അടുത്ത ജനറേഷൻ, ഇദ്ദേഹത്തിന്റെ മകൻ വരെയാണ്. ഈ മകൻ എവിടെ തന്നെ താമസിക്കുകയാണ് കംപ്ലീറ്റ്. ഈ മകൻ ഇന്ത്യൻ പൗരത്വം എടുത്തിട്ടില്ല, അമേരിക്കയിലാണ് ജനിച്ചത്, അമേരിക്കൻ പൗരത്വം എടുക്കുന്നത്. ഇദ്ദേഹത്തിന് എന്താണുള്ള ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയിരുന്നു. ഇദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തോട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്തോട്ടെ എടുക്കാതിരിക്കുക, എന്ത് റീസൺ വേണം ആയിക്കോട്ടെ, ഇദ്ദേഹം ആദ്യം ഒരു ഇന്ത്യക്കാരനായിരുന്നു. ഓക്കെ, അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ വരുന്നു. ആ മകൻ എന്താണ്, പൂർണ്ണമായിട്ട് അമേരിക്കയിൽ ജനിക്കുന്നു, അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കാനേ വന്നിട്ടില്ല, ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായിട്ട് താല്പര്യമില്ല. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രസന്റ് ഇപ്പോൾ ഉള്ള ഒരു മകൻ വരുന്നു. ഓക്കെ, ആ വ്യക്തി എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം എന്ന് പറയുന്നത് ഒരു അമേരിക്കയിൽ ജനിച്ച വ്യക്തിയാണ്, അമേരിക്കൻ പൗരനാണ്. പക്ഷെ നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇപ്പൊ ഇന്ത്യയിലെ എന്തെങ്കിലും വർക്കിന്റെ ആവശ്യം അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വരാനായിട്ട് താല്പര്യമുണ്ട്, ഫ്രീക്വന്റ് ആയിട്ട് ഇന്ത്യ വരാനായിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്ത് സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റുന്ന PIO. വെറുതെ ഇന്ത്യയിലോട്ട് വരണം എന്ന് പറയുമ്പോൾ PIO സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ ഫോർ ഫാദേഴ്സ് ആരെങ്കിലും ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മുൻകാല ജനറേഷനിലുള്ള ഏതെങ്കിലും വ്യക്തി ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വ്യക്തിയാണ്. പ്രസന്റ് ജനറേഷനിലുള്ള വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്ത് കൊടുക്കാൻ പറ്റും, PIO എന്ന് പറയുന്ന സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ വ്യക്തികളെയാണ് നമ്മൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഇന്ത്യക്കാരനാണോ? അല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ US പൗരത്വം നേടിയ ഒരാളാണ്. ഓക്കെ, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയും ഒരു US ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഒരു വഴിയിലും എന്താണ്, അച്ഛനും അമ്മയെ നോക്കുമ്പോൾ ഇന്ത്യക്കാരല്ല, ഇന്ത്യയിൽ ജനിച്ചിട്ടുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോർ ഫാദേഴ്സ്, മുമ്പിലുള്ള തലമുറ നോക്കുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ടുള്ള ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ചാടിക്കറിയോ, നിങ്ങൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആളല്ലേ, നിങ്ങൾ അപ്പൂപ്പൻ ഇന്ത്യക്കാരനായിരുന്നത്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പിടിച്ചു? ഒരിക്കലും കൊടുക്കില്ല. എന്ത് കൊടുക്കും? PIO മാത്രം കൊടുക്കും.
എല്ലാ സിറ്റിസൺഷിപ്പ് നേടാം, നോർമലായിട്ട് നമ്മളെപ്പോലെ സിറ്റിസൺസ് ഒക്കെ ആവും ഇന്ത്യൻ സിറ്റിസൺ. പക്ഷെ അത് നേടേണ്ട 5 വഴികളുണ്ട്. ആ 5 വഴിയിൽ നിന്ന് ഇദ്ദേഹത്തിന് നേടാൻ പറ്റുന്ന 2-3 വഴി കാണും. ആ വഴി ഇവിടെ നിന്ന് കുറച്ചു കാലം ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും 5 വഴികൾ ഏതൊക്കെയാണ്. അതിലേതെങ്കിലും ഒരു വഴിയിലൂടെ എന്താണ് ഇവിടെ പൗരത്വം നേടിയിരിക്കണം, എന്നാൽ മാത്രമേ എന്താണ് ഇദ്ദേഹത്തിന് ലഭിക്കൂ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ചു കാലം മുമ്പ് 2016-17 സമയത്ത് വന്നതാണ് ഇന്ത്യയിലെ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാഗസീൻ ഉണ്ട്, ദാറ്റ് ഈസ് എ ഫോബ്സ് മാഗസീൻ എന്ന് പറയും. ഈ ഫോബ്സ് മാഗസീന്റെ മെയിൻ ആയിട്ട് എഴുതുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. ആ വ്യക്തി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അമ്മയെ ട്രീറ്റ്മെന്റിലോട്ട് കൊണ്ടുവന്നത് ദൂരെ യാത്രയൊന്നും ചെയ്യാൻ പറ്റൂല. ഇദ്ദേഹം കൂടുതൽ നിന്ന് വർക്ക് ചെയ്യുന്നു അമേരിക്കയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ദൂരെ യാത്ര ഫ്ലൈറ്റിലൊന്നും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഏഷ്യയിൽ തന്നെ ഏറ്റവും മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടുന്നതാണ് ഇന്ത്യയുടെ എയിംസ് ഹോസ്പിറ്റൽ എന്ന് പറയും. ഓക്കെ, ഇന്ത്യയുടെ എയിംസ് ഹോസ്പിറ്റൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ആശുപത്രികളിൽ എണ്ണപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ ഇദ്ദേഹം ഈ എഡിറ്റർ ആയിട്ടുള്ള വ്യക്തി അമേരിക്കയിലുള്ളതാണ്, പക്ഷെ പ്രോപ്പർ ആയിട്ട് ഒരു പാകിസ്ഥാനിയാണ്. ഓക്കെ, ഒരു പാകിസ്ഥാൻ വ്യക്തിയാണ്. ഓക്കെ, പക്ഷെ പാകിസ്ഥാൻ പൗരത്വമൊന്നും എടുത്തിട്ടില്ല, അമേരിക്കൻ പൗരത്വമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹം സ്വന്തം അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇന്ത്യയുടെ എയിംസിലോട്ട് കൊണ്ടുവരുന്നു. അതൊന്നും പ്രശ്നമില്ല, ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്തിരുന്നു, ഇദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിരുന്നു, ദാറ്റ് ഈസ് ഇന്ത്യൻ ഗവൺമെന്റ് ഇദ്ദേഹത്തിന് PIO കൊടുത്തിരുന്നു. എന്ത് കൊടുത്തിരുന്നു? PIO കൊടുത്തിരുന്നു. ബിക്കോസ് ഇദ്ദേഹത്തിന്റെ അമ്മ പൂർണ്ണമായിട്ടും എന്തായിരുന്നു? ഒരു ഇന്ത്യക്കാരിയായിരുന്നു. അപ്പൊ അച്ഛനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടെയെന്ന് അച്ഛന്റെ സ്പേസ് ഇദ്ദേഹം ബ്ലാങ്ക് ആയിട്ടാണ് ഇട്ടിരുന്നത്. പക്ഷെ അമ്മ പ്രോപ്പർ ഒരു ഇന്ത്യക്കാരി ആയിരുന്നു. പക്ഷെ ഇദ്ദേഹം ജനിക്കുന്നത് വളർന്നതെല്ലാം അമേരിക്കയിലായതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? PIO മാത്രമേ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഫോക്സ് മാഗസീനിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എഴുതുന്നു. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമല്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എഴുതിയപ്പോഴത്തേക്കും ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? പതുക്കെ ഇദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹം PIO ആണെന്ന് മനസ്സിലായി. ഹോം അഫയേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത്, വളരെ സ്ട്രോങ് ആണ് ഹോം അഫയേഴ്സ്. അപ്പോൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ബെനിഫിറ്റ് വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഒരു വ്യക്തി PIO ആയി മാറുമ്പോഴത്തേക്കും എന്താണ് ഇദ്ദേഹത്തിന് നോർമൽ ഒരു ഫോറിനറിനെ കാട്ടി PIOയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വിസ ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ വിദേശ ഒരു രാജ്യത്ത് പോയിട്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് വരെയാണ്. തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യൻ വിസയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് മതി? ആ പോയ രാജ്യം ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തിന്റെ വിസ മാത്രം മതി. അല്ലാതെ ഇന്ത്യ ഇപ്പൊ നോക്കുക, ലോകത്ത് 58 രാജ്യമുണ്ട്, അവിടെ ഇന്ത്യക്കാർക്ക് വിസ വേണ്ട. അപ്പൊ ഞാൻ തിരിച്ച് ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം മൗറീഷ്യസിൽ പോകണമെങ്കിൽ എനിക്ക് വിസ വേണ്ട. ഞാൻ ഇന്ത്യയിൽ നിന്ന് മൗറീഷ്യസിൽ പോയിട്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വെറും എൻ്റെ പാസ്പോർട്ടും ഞാൻ എയർപോർട്ടിൽ പോകേണ്ട പ്ലെയിനിൽ കയറേണ്ട ടിക്കറ്റ് മാത്രം കയ്യിൽ വെച്ചെന്നാൽ മതി, വിസയൊന്നും വയ്ക്കേണ്ട. അപ്പൊ ഒരു ഇന്ത്യക്കാരനായി എനിക്ക് ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ ഒരു വിസയുടെ എന്താണ് ആവശ്യം വരുന്നില്ല. അതേപോലെയാണ് ഒരു PIOക്കും ബെനിഫിറ്റ് കൊടുക്കണം. താങ്കൾ വിസ എടുക്കണ്ട. വിസ എന്ന് പറയുമ്പോൾ വേരിച്ച് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ ഒരു 6000 രൂപ തൊട്ട് അങ്ങ് തുടങ്ങും വിസയുടെ ചാർജ്. അത് എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ വിസ കൊടുക്കും. ടിക്കറ്റ് കൺസെഷൻ വരും. ഓക്കെ, ടിക്കറ്റ് റേറ്റിന് ഒരുപാട് കൺസെഷൻ വരും. ഒരു ഇന്ത്യക്കാരന് കിട്ടേണ്ട പല ബെനിഫിറ്റ്സും ഉണ്ടാണ് ഈ PIOക്ക് കിട്ടുക. അപ്പൊ ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് കുറച്ചുകൂടി ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ മനസ്സിലായി അമ്മ ഇന്ത്യക്കാരി തന്നെയാണ്. പക്ഷെ അച്ഛന്റെ സ്പേസ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരുന്നു. ഗവൺമെന്റ് കുറച്ചുകൂടി എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അത് ഉള്ള ഒരു സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് എന്താണ് ഒരിക്കലും PIO കിട്ടില്ല. ബിക്കോസ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ പാകിസ്ഥാനിയാണ്, അഡീഷണൽ ആയിട്ട് എന്താണ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ PIO അങ്ങ് എന്ത് ചെയ്ത് കൊടുത്തു? കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ക്യാൻസൽ ചെയ്ത് കൊടുത്തു. വേറൊരു ക്ലോസും കൂടി ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, ഇന്ത്യയും ഗവൺമെന്റിനെയോ ഇന്ത്യൻ ഹോം അഫയേഴ്സിനെ പറ്റിച്ച് ഇന്ത്യൻ പൗരത്വം സിറ്റിസൺഷിപ്പ് നേടാൻ നോക്കിയാൽ എപ്പോഴെങ്കിലും ഗവൺമെന്റ് കണ്ടുപിടിച്ചാൽ, വളരെ ഫാസ്റ്റ് ആണ് ഗവൺമെന്റ് കണ്ടുപിടിക്കാൻ, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ബാനാണ്. ഇനി ഫോബ്സിന്റെ ഹെഡ് ആയിക്കോട്ടെ, ലോകത്ത് എന്ത് പദവിയുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരിക്കലും എന്ത് കൊടുക്കാൻ പോകുന്നില്ല? സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പോകും. ഗവൺമെന്റിനെ പറ്റിച്ചാണെങ്കിൽ പിന്നെ ഒരു കാലത്തും എന്ത് കിട്ടാൻ പോകുന്നില്ല? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു PIO വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. PIO എന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഓക്കെ, അപ്പൊ എഴുതിക്കൊള്ളാം, ദോസ് പേഴ്സൺസ് ഹു have a previous generation of Indian citizenship. ആ വ്യക്തിയുടെ പ്രീവിയസ് ജനറേഷൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആണ്. But the current person doesn't have a Indian citizenship. But he is in seek of Indian citizenship. ഇന്ത്യൻ പൗരത്വം നേടാനായിട്ട് ഒരു ആഗ്രഹമുള്ള വ്യക്തിയെ then he will be called as a PIO. ഓക്കെ, ആണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുക, ഫോബ്സ് മാഗസിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുക, നമ്മൾ ഓർമ്മ നിൽക്കും. ഓക്കെ, അടുത്ത വരുന്നതാണ് ആർട്ടിക്കിൾ 9.
ആർട്ടിക്കൽ 9. ആർട്ടിക്കിൾ 9 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 9 പറയുന്നത് എന്താണ് 9 പറയുന്നത് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഇതിപ്പോൾ ഇന്ത്യ ആണെന്ന് കൺസിഡർ ചെയ്യുക, ഇത് ചൈനയാണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള വ്യക്തിയായി എനിക്ക് എന്താണ്, ഫോർ എക്സാമ്പിൾ 12th സ്റ്റാൻഡേർഡിൽ മാർക്ക് വളരെയധികം കുറവാണ്. പക്ഷേ എനിക്ക് എന്ത് പഠിക്കണം, MBBS പഠിക്കണം. അപ്പം ഞാൻ എങ്ങോട്ട് പോകും, ഇന്ത്യയിൽ നിന്ന് ചൈനയിലോട്ട് പോകും, ഇന്ത്യയിൽ നിന്ന് യുക്രൈനിലോട്ട് പോകും, ഇന്ത്യയിൽ നിന്ന് റഷ്യയിലോട്ട് പോകും, അല്ലെങ്കിൽ എങ്ങോട്ട് പോകും, കാനഡയിലോട്ട് പോകും. ഇങ്ങനെ പൈസയുടെ ബലത്തിലൂടെ മാത്രമല്ല, മാർക്കിന്റെ ബേസിസിൽ എനിക്ക് ഒരിക്കലും ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ രാജ്യങ്ങളിലോട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് പോകുന്നു. ഫോർ എക്സാമ്പിൾ ചൈനയിലോട്ട് പോകുന്നു. അപ്പോൾ ചൈനയിൽ ചെന്നിട്ട് ഞാൻ അവിടെ MBBS പഠിക്കാനായിട്ട് അവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, എനിക്ക് ചൈനയിൽ എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചൈനീസ് ഭാഷ പഠിച്ചിരിക്കണം. അപ്പോൾ ചൈനയിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചൈനീസ് ഭാഷ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതല്ല, എനിക്ക് ഇന്ത്യയിൽ തിരിച്ച് വന്ന് ഡോക്ടർ ആവണമെങ്കിൽ ഇവിടെ ഒരു എക്സാം ഉണ്ട്. ഓക്കെ, ആ എക്സാം ഞാൻ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ആ എക്സാം എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള എക്സാം ഒന്നും അല്ല. ഓക്കെ, ഇപ്പൊ ചൈനയിൽ ചെന്ന് MBBS പഠിച്ച് ഉടനെ ഒന്നും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂല. ഇന്ത്യൻ മെഡിക്കൽ ഇവിടെ ഒരു എക്സാം വെച്ചിട്ടുണ്ട്. ആ എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പൊ എന്നെ കൊണ്ട് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കുറച്ച് ടഫ് എക്സാം ആണ്. ചൈനയിൽ എനിക്ക് ജോലിയും ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് എനിക്ക് ചൈനീസ് പഠിക്കാൻ, ലോകത്തെ ഏറ്റവും ടഫസ്റ്റ് ഭാഷയാണ് ചൈനീസ്. അപ്പൊ എനിക്ക് ചൈനീസും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ജോലി ചെയ്യണ്ടേ, അതിനല്ലേ കഷ്ടപ്പെട്ട് MBBS പഠിക്കാൻ അങ്ങ് വരെ പോയത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞ സമയത്ത് ചിലവർ എന്ത് ചെയ്ത് കളയുമെന്ന് വെച്ചാൽ, പതുക്കെ അങ്ങ് ചൈനീസ് സിറ്റിസൺഷിപ്പ് എടുക്കും. ഓക്കെ, ചിലവർ ചെയ്യാറുണ്ട്, ചിലവർ ചെയ്യാറില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഞാൻ ചൈനീസ് സിറ്റിസൺഷിപ്പ് എടുക്കണം. അപ്പൊ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വീട്ടിലും ആരോടും പറഞ്ഞിട്ടില്ല, ആ ഫ്രണ്ട്സിൻ്റെ കൂടെ ആരോടും ഡിസ്ക്ലോഷർ ചെയ്തിട്ടില്ല. ബിക്കോസ് സോഷ്യൽ മീഡിയ വഴി എങ്ങനെയെങ്കിലും ലീക്ക് ആവുമെന്ന് വെച്ചിട്ട്, ചിലപ്പോൾ ഹോം അഫയേഴ്സ് അല്ലേ, എങ്ങനെയെങ്കിലും ഈ മെസ്സേജ് പോയി അവർ കാണുമെന്ന് വെച്ചിട്ട് ഞാൻ ആരോടും പറയാതെ എന്ത് ചെയ്യുന്നു, ചൈനീസ് സിറ്റിസൺഷിപ്പ് എടുക്കുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്താണ്, ഇന്ത്യ ഇതറിയാൻ പോകുന്നില്ല, ഞാൻ ആരും അറിയാതെ അങ്ങ് ചൈനീസ് സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും ആവശ്യത്തിലോട്ട് ഞാൻ ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ പാസ്പോർട്ട് എന്ത് ചെയ്യും, എയർപോർട്ട് വഴി സ്കാൻ ചെയ്യണം. ഇതെന്ത് ചെയ്യും, ഹോം അഫയേഴ്സും കൂടി എന്ത് ചെയ്യും, ഇത് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളൊരു വിദേശ രാജ്യത്തോട്ട് പോകുമ്പോഴത്തേക്കും അവർ ചോദിക്കും, നിങ്ങൾക്ക് അവിടെ ആ രാജ്യത്ത് ഏതെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ UAE പോവുക, UAE പോകുമ്പോഴത്തേക്കും അവർ ചിലപ്പം ചോദിക്കാറുണ്ട്, ആരെങ്കിലും അവിടെ പരിചയമുള്ള ആളുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ആ പരിചയമുള്ള ആളുടെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും കൂടി അറ്റാച്ച് ചെയ്യാൻ പറയും. അല്ല, നിങ്ങൾ UAE ഇപ്പം വെറുതെ വിസിറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കണം, നിങ്ങൾ ആധാറും മറ്റ് ഡീറ്റെയിൽസും കൊടുക്കുമ്പോഴത്തേക്കും ഉടനെ വിസ അടിച്ച് തരാറില്ല. UAE ഗവൺമെന്റിലെ ഇതേപോലെ ഹോം അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെക്ക് ചെയ്യും, നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവരുടെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സിലെടുത്ത് ചെക്ക് ചെയ്യും. ഈ വ്യക്തി UAE-യുമായിട്ട് എന്തെങ്കിലും ഇതിനു മുമ്പ് ബന്ധമുണ്ടായിരുന്നോ, എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്തെങ്കിലും ആയിട്ട് ഇവിടെ മുമ്പ് ഈ രാജ്യത്ത് വന്നിട്ടുണ്ടോ എന്ന് എന്താണ് ഫുൾ ചെക്ക് ചെയ്യാൻ നോക്കാറുണ്ട്. എന്നിട്ട് മാത്രമേ എന്താണ് വിസ കൊടുക്കാറുള്ളൂ. അപ്പൊ അതേപോലെയാണ് ഇന്ത്യയിലോട്ട് ഒരു വ്യക്തി ചൈനയിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്ക്, ഇവൻ പഠിക്കാൻ പോയ ഒരു ഇന്ത്യക്കാരനായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇന്ത്യൻ ഗവൺമെന്റ് ഒന്ന് ഒട്ടിച്ച് നോക്കിയിട്ട് മാത്രമേ കയറ്റിവിടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ വരെയാണ് ഗവൺമെന്റ് നോക്കുമ്പോഴത്തേക്ക്, അതുപോലെ ഹോം അഫയേഴ്സ് അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ച് കണ്ടുപിടിക്കുകയാണ് എന്താണ്, ഈ വ്യക്തി ഇന്ത്യൻ പൗരത്വം കളഞ്ഞിട്ട് ചൈനീസ് സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഉടനെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്ത് കൊടുക്കും, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്ത് കൊടുക്കും. ഇനി ഇവിടെ വന്ന് വോട്ട് ചെയ്യാനോ, ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനോ, ഇവിടെ ഒരു ഇന്ത്യക്കാരന് വേണ്ട ഒരു സംഭവം എന്താണ്, റേഷൻ കാർഡിൽ നിന്നും എല്ലാ സംഭവത്തിനും എന്താണ് കട്ട് ചെയ്ത് വിടും. ഇനി പിന്നെ എന്തായിട്ടാണ് കൂട്ടുന്നത്, ഒരു ചൈനക്കാരനായിട്ടായിരിക്കും ഇന്ത്യ കൂട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, ഇന്ത്യൻ ഗവൺമെന്റ് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നിങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് എടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ടും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വിൽ ബി ക്യാൻസൽഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 9. Okay, so if a person takes some other country's citizenship, then his Indian citizenship will be automatically getting cancelled. Indian citizenship automatically cancel ആയിപ്പോൾ. That is Article 9 പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ഓർത്ത് വെച്ചിരിക്കുക, ആർട്ടിക്കിൾ 9 ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് ഏറ്റവും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 10 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 10 ആണ് നേരത്തെ ഫോബ്സ് മാഗസിന്റെ എക്സാമ്പിളുടെ ആളുടെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പാകിസ്ഥാനി ടെററിസ്റ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടെ പറഞ്ഞാൽ ഒരിക്കലും PIO കിട്ടാൻ പോകുന്നില്ല. PIO കിട്ടിയാൽ മാത്രം എന്താണ്, ഇദ്ദേഹത്തിന് സ്വന്തം അമ്മയെ കൊണ്ട് എന്താണ്, അമ്മയ്ക്ക് വരാൻ പറ്റും. ബിക്കോസ് ചിലപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടും. ചിലപ്പോൾ പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതും നടക്കൂല. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്,
DIO ഉണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് എന്താണ് ഇന്ത്യയിൽ വെറുതെ ഇങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. വെറും എന്ത് മാത്രം എടുത്താൽ മതി, ടിക്കറ്റിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി, ബാക്കി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ബെനിഫിറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം എന്താണ്, അത് ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്ത് ചെയ്തു, അത് ഹൈഡ് ചെയ്തു വെച്ചു. ഓക്കെ, അച്ഛൻ പാകിസ്ഥാനി ടെററിസ്റ്റ് ആണെന്നുള്ള ഒരു ഡീറ്റെയിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ ഗവൺമെന്റ് കണ്ടുപിടിച്ചു. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 10 പറയുന്നത്. ഏതെങ്കിലും ഇല്ലീഗൽ വഴി, if a person has taken Indian citizenship by any illegal way, then his citizenship will be cancelled completely. പിന്നെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്തു. കുറെ കാലം കഴിഞ്ഞ് ഏതെങ്കിലും വ്യക്തി ഇപ്പൊ നോബൽ പ്രൈസ് കിട്ടണമെന്ന് വെച്ചാൽ, ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരമാണ് നോബൽ പുരസ്കാരം. ഈ നോബൽ പുരസ്കാരം നേടിയ ഒരു വ്യക്തിയാണ് ഇന്ത്യൻ ഗവൺമെന്റോട് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ പോലും കംപ്ലീറ്റ് ക്യാൻസൽ ആണ്. ഒന്നും നോക്കാൻ പോകുന്നില്ല. ഗവൺമെന്റ് ഒരിക്കലും ഒന്നും ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല. ഓക്കെ, there will be complete ban. ഓക്കെ, പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ബാൻ ചെയ്യും. പിന്നെ എത്ര നല്ല രീതിയിലോ ഞാൻ ബാക്കി 5 വഴികളിൽ ഏതെങ്കിലും ഒരു വഴിയിൽ ഇനി സിറ്റിസൺഷിപ്പ് നേടാം, ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. ഓക്കെ, ഒരിക്കൽ പറ്റിച്ചാൽ പിന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല, ഒരിക്കലും പിന്നെ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പോകുന്നില്ല. ദാറ്റ് ഡീൽസ് വിത്ത് ആർട്ടിക്കിൾ 10 പറയുന്നത്. ഇഫ് എ പേഴ്സൺ ഹാസ് അക്യൂർഡ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ എനി ഇല്ലീഗൽ വേ, then his citizenship will be completely banned throughout. Okay, complete ban ആയിരിക്കും ഇന്ത്യയിൽ വരുന്നത്. ക്ലിയർ ആണോ? ഇതാണ് ആർട്ടിക്കിൾ 10 പറയുന്നത്. എന്നാൽ അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 11 ഏറ്റവും ഇതുവരെ പഠിച്ചതിൽ 5 മുതൽ 10 വരെ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 11 പറയുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. ഇന്ത്യക്കകത്ത് പൗരത്വം, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഒരു നിയമം പുറത്തിറക്കാൻ ആർക്കാണ് അധികാരം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിന് മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഇന്ത്യക്കകത്ത് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഒരു നിയമം പുറത്തിറക്കാനായിട്ട് അധികാരം വരുന്ന ഇന്ത്യൻ പാർലമെന്റിന് മാത്രമേ വരുന്നുള്ളൂ. പാർലമെന്റ് അല്ലാതെ ഇന്ത്യയിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനും സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഒരു നിയമം പുറത്തിറക്കാൻ പറ്റൂല. ഒരു സംസ്ഥാന ഗവൺമെന്റിനും ഇതിനെക്കുറിച്ച് ഒരു നിയമവും പുറത്തിറക്കാൻ പറ്റില്ല. ഇന്ത്യൻ പാർലമെന്റിനെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതും പൗരത്വത്തിനെ കുറിച്ച് ഒരു നിയമം കൊണ്ടുവരാൻ പോവുകയാണെങ്കിൽ അതിന് എന്ത് മെജോറിറ്റി മതി എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. എന്ത് മെജോറിറ്റി മാത്രം മതി? സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. എന്ത് കൊണ്ടുവരാനായിട്ട്? പാർലമെന്റിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഒരു നിയമം കൊണ്ടുവരാൻ ജസ്റ്റ് സിമ്പിൾ മെജോറിറ്റി ഇസ് റിക്വയർഡ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം മാത്രം. അപ്പം എന്ത് നിയമം പാസ് ചെയ്തെടുക്കാം പൗരത്വത്തിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ, ഇന്ന് ഇപ്പൊ ഇന്ത്യയിൽ പൗരത്വം നേടാൻ 5 വഴിയാണ്. പാർലമെന്റ് തീരുമാനിക്കുകയാണ് അത് ഇനി മുതൽ 5 വേണ്ട 4 മതി. അപ്പൊ 4 അതിന് സിമ്പിൾ മെജോറിറ്റിയിലൂടെ പാസ്സാക്കിയാൽ സിമ്പിൾ ആയിട്ട് പാസ്സായി. ഇന്ത്യക്കകത്തുള്ള 28 സംസ്ഥാനമായിക്കോട്ടെ, ഒന്നും ചെയ്യാൻ പറ്റും. ബാക്കി ഒരു ഡിപ്പാർട്ട്മെന്റിനും ഒന്നും ചെയ്യാൻ പറ്റാതെ. ഇതാണ് ആർട്ടിക്കിൾ 11. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് എന്താണ് ആർട്ടിക്കിൾസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 5 മുതൽ 11 വരെയുള്ള എല്ലാ ആർട്ടിക്കിൾസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ ആർട്ടിക്കിൾസും മനസ്സിൽ വെച്ചിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൗരത്വത്തിനെ കുറിച്ച് ഒരു നിയമം വരുന്നു. ദാറ്റ് ഈസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഇന്ത്യയുടെ ആദ്യത്തെ സിറ്റിസൺഷിപ്പ് നിയമം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ആദ്യമായിട്ട് പൗരത്വത്തിനെ കുറിച്ച് പറയുന്ന നിയമം ഏതെന്ന് വെച്ചാൽ 1955 നിയമമാണ്. ദ ഫസ്റ്റ് ആക്ട് ഓൺ സിറ്റിസൺഷിപ്പ് ഏതെന്ന് വെച്ചാൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഒരുപാട് തവണ എന്താണ് ഇത് പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അതിനുശേഷം 7-8 തവണ ഇതിന് വീണ്ടും എന്താണ് അമെൻഡ് ചെയ്തു ഗവൺമെന്റ്. ഓരോ കാലം കഴിയുമ്പോൾ ഓരോ ചേഞ്ചസ് 87, 93, 92, 2001 ഇങ്ങനെ ഓരോ തവണ എന്താണ് അമെൻമെന്റ് ചെയ്ത് ലാസ്റ്റിൽ 8ാമത്തെ 9ാമത്തെ അമെൻമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ദ ലേറ്റസ്റ്റ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ്. ദ ലേറ്റസ്റ്റ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ഏതെന്ന് വെച്ചാൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 ഏറ്റവും പുതിയ നിയമമാണ് പൗരത്വ ബില്ല് എന്ന് വിളിക്കുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019. അപ്പൊ ഏറ്റവും ആദ്യത്തെ ചോദിച്ചാൽ ദാറ്റ് ഈസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഏറ്റവും ലേറ്റസ്റ്റ് പുതിയത് ചോദിച്ചാൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019. ഓക്കെ, ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ പക്ഷെ തുടങ്ങാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് 5 രീതിയിൽ എങ്ങനെ ഇന്ത്യൻ പൗരത്വം നേടാം. വേസ് ഓഫ് അറ്റൈനിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടുന്ന 5 വഴികളിലൂടെയാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് നേടാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ ബർത്ത് എന്ന് പറയും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബൈ ഡിസെന്റ് എന്ന് പറയും.
തേർഡ് വൺ ബൈ രജിസ്ട്രേഷൻ, ഫോർത്ത് വൺ ബൈ നാച്ചുറലൈസേഷൻ, ഫിഫ്ത്ത് വൺ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഈ 5 വഴികളിലൂടെ മാത്രമേ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാൻ പറ്റൂ. പണ്ടാണെങ്കിൽ 5ഉം പഠിച്ചിട്ടങ്ങ് പോകായിരുന്നു. ഇപ്പം സിറ്റിസൺഷിപ്പ് നിയമം എല്ലാം വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തെടുത്ത് നോക്കണം. ഓക്കെ, അതിലാദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബൈ ബർത്ത്. ഓക്കെ, ഫസ്റ്റ് വൺ ബൈ ബർത്ത്. ഓക്കെ, അപ്പൊ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്നതും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബൈ ബർത്ത് എങ്ങനെ പൗരത്വം എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്ത് ജനിച്ച ഒരു കുട്ടിയാണ്. ഓക്കെ, ഇന്ത്യക്കകത്ത് ജനിച്ച ഒരു വ്യക്തി ഇന്ത്യക്കകത്ത് ജനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നോർമലി ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് എന്ത് കിട്ടും, ഇന്ത്യൻ പൗരത്വം കിട്ടിക്കോളും. ഏത് രാജ്യത്തുള്ള ആളായിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ അമേരിക്കയിലുള്ള ഒരു വ്യക്തി, ഒരു ലേഡി വന്നിട്ട് ഇവിടെ കുട്ടി ഡെലിവർ ആവുകയാണെങ്കിൽ ഇന്ത്യൻ മണ്ണിന്റെ അകത്ത് കേരളത്തിൽ വെച്ചാണ് ഡെലിവറി നടക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് കൊടുക്കും, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കും. ഓക്കെ, പക്ഷെ അവർ പറയണം നമുക്ക് വേണ്ട, നമുക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് മതിയെന്ന്. ഓക്കെ, പൊക്കോളൂ ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് അവർ എത്ര ദിവസത്തേക്കാണ് ഇവിടെ വന്ന് അതിന്റെ കാലാവധി ആകുമ്പോൾ ഇവിടെ പോയിട്ട് അവർക്ക് പിന്നെ അവരുടെ കാര്യം നോക്കണം, പിന്നെ ഇന്ത്യ നോക്കൂല. ഇവിടെ ഇന്ത്യയിൽ ജനിച്ച ഒരു കുട്ടിയാണ്ട് എന്ത് കൊടുക്കും, ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റിസൺഷിപ്പ് കൊടുത്തോളും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ മണ്ണിന്റെ അകത്ത് ഇന്ത്യ എന്ന് പറയുന്ന ലാൻഡിന്റെ അകത്ത് ഏതെങ്കിലും വ്യക്തിയെ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ലഭിച്ചോളും, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിച്ചോളും. ഓക്കെ, ഇവിടെ ഒരിക്കൽ പരീക്ഷ വന്ന ഒരു ചോദ്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത് മാത്രം മതി. ഓക്കെ, ഇത് ഇന്ത്യയുടെ കോസ്റ്റ് മാത്രമാണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇത് നടക്കുകയാണ്, ഇതിപ്പം ആഫ്രിക്കയാണ്. ആഫ്രിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെന്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇത് ആഫ്രിക്കയാണ്. ഓക്കെ, ഇത് ഇന്ത്യ. ഓക്കെ, സപ്പോസ് കുറച്ച് ആൾക്കാർ, ഒരു ഹസ്ബൻഡും വൈഫും കൂടി എന്ത് ചെയ്യുന്ന, ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, വരാൻ പോവുകയാണ്. വെറുതെ എന്താണ്, ഒന്ന് വിസിറ്റ് ചെയ്യാൻ, ടൂറിസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് വരാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ വരാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇവരെന്താണ്, ബൈ എയർ ആയിരിക്കും വരുന്നത്. ഓക്കെ, സപ്പോസ് ആ ലേഡി എന്താണ്, ഒരു പ്രഗ്നന്റ് ലേഡിയാണ്, ഓൺ ഡേറ്റ് ഓഫ് ഡെലിവറി. ഓക്കെ, ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓൺ എയറിൽ വെച്ച്, ഓക്കെ, ഓൺ എയറിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ലേഡിക്ക് ഡെലിവറി, ആ കുട്ടി എന്താണ്, ജനിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ നിയമപ്രകാരം, ഇന്ത്യയല്ല ലോകത്തുള്ള ഏത് രാജ്യത്തും ഇന്റർനാഷണൽ നിയമമാണ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഏത് രാജ്യത്താണോ ഒരു കുട്ടി ജനിക്കുന്നത്, ഏത് രാജ്യത്തിന്റെ മണ്ണിലാണോ കുട്ടി ജനിക്കുന്നത്, അവിടെ എന്താണ്, ആ കുട്ടിക്ക് ആ രാജ്യത്തിന്റെ പൗരത്വം ഓട്ടോമാറ്റിക് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കണമെന്നുണ്ട്. പിന്നെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അവർക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കാം, വേണമെങ്കിൽ ആ രാജ്യത്തിന്റെ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഫ്ലൈറ്റിലൂടെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ അകത്ത് ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറിയിലോട്ട് കയറിയപ്പോഴാണ് ഡെലിവറി ആയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യ കൊച്ചിൻ്റെ കൂടെ ചോദിക്കണം, കൊച്ചിൻ്റെ അമ്മയച്ഛൻ്റെ കൂടെയും ചോദിക്കണം ഇന്ത്യൻ പൗരത്വം വേണമെന്ന്. ആഫ്രിക്കയെ വെച്ചാണ് ഇങ്ങനെ വരുന്നെങ്കിൽ ആഫ്രിക്കയിലുള്ള ഏതാണ് രാജ്യം, ഓക്കെ, അവിടെ വെച്ച് എന്ത് ചോദിക്കും, ഇതേപോലെ നിങ്ങൾക്ക് ഈ പൗരത്വം വേണമെന്ന്. അമേരിക്ക ആണെങ്കിൽ അമേരിക്കയിൽ വെച്ചുള്ള പൗരത്വം ചോദിക്കാൻ പറ്റും. അങ്ങനെ അതൊരു ഇന്റർനാഷണൽ നിയമമാണ്, എല്ലാ രാജ്യവും അങ്ങനെ കൊടുക്കണമെന്ന് നിയമമുണ്ട്. പക്ഷെ ഇവിടുത്തെ കേസ് നോക്കുക, ഇത് ലാൻഡ് അല്ല. ഓക്കെ, ഇവിടെ എന്താണ്, വാട്ടർ ആണ്, ഇവിടെ കടലാണ്, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ആണ് ഉള്ളത്. സോറി, ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ. ഓക്കെ, എന്തായിക്കോട്ടെ. ഓക്കെ, അറേബ്യൻ സീ. അറേബ്യൻ സീ. അപ്പൊ കടലാണ് ഇവിടെ. അപ്പൊ വാട്ടാണ് ഇത്. അപ്പൊ ഈ കുട്ടിക്ക് എവിടത്തെ പൗരത്വം കിട്ടും എന്നൊരു ചോദ്യം വരും. ഓക്കെ, അങ്ങനെ പരീക്ഷ വന്നിട്ടുണ്ട്. ഇഫ് ദ ബർത്ത് ഓഫ് എ ചൈൽഡ് ഈസ് ഓൺ വാട്ടർ ബോഡീസ് ദെൻ വിച്ച് കൺട്രീസ് സിറ്റിസൺഷിപ്പ് വിൽ ബി ഗെയിൻഡ്. ഓർ എന്താണ് ചോദിച്ചിരുന്നത് എന്നത്തെ ചോദ്യം, ആ കുട്ടിക്ക് ഒരു സിറ്റിസൺഷിപ്പ് കിട്ടുമോ എന്നാണ് ചോദ്യം. ഇഫ് ദ ബർത്ത് ഓഫ് എ ചൈൽഡ് ഈസ് ഓൺ എ വാട്ടർ ബോഡി ദെൻ വെദർ ദ ചൈൽഡ് വിൽ ഗെറ്റ് എ സിറ്റിസൺഷിപ്പ് ഓഫ് ദാറ്റ് കൺട്രി എന്നായിരുന്നു ചോദ്യം. അപ്പൊ നോക്കുക, ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ കുട്ടി ആഫ്രിക്കയിലാണ്, എൻ്റെ കുട്ടി അച്ഛനും അമ്മയും ആഫ്രിക്കൻ പൗരത്വമുള്ളവരാണ്, ഇന്ത്യയിലോട്ട് വരുന്ന വഴിയിലാണ് ജനിച്ചത്. പക്ഷെ ഈ വാട്ടർ ബോഡി നമ്മൾ നോക്കുക, ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ അത് കര ഏരിയ മാത്രമല്ല വരുന്നത്. ഏത് വരെ വരുന്നത്, ഇന്ത്യയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 200 നോട്ടിക്കൽ മൈൽസ് വരെ. ഓക്കെ, നമ്മൾ റോട്ടിൽ പറയുമ്പോൾ, നമ്മൾ റോട്ടിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ കണക്ക് കിലോമീറ്റർ പറയും. ഓക്കെ, ഇപ്പം വീട് തൊട്ട് ഓഫീസ് വരെയുള്ള 10 കിലോമീറ്റർ നമ്മൾ പറയും. പക്ഷെ അതേ സമയത്ത് കടലിൽ പറയുമ്പോൾ നമ്മൾ കിലോമീറ്റർ അല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ എന്ന് പറയും. നോട്ടിക്കൽ മൈൽ. ഓക്കെ, ഒരു നോട്ടിക്കൽ മൈൽ 1.865 കിലോമീറ്റർ ഒക്കെയാണ്.
അപ്പൊ നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞ യൂണിറ്റ് യൂസ് ചെയ്യും. അപ്പൊ അതുപോലെയാണ് ഇന്ത്യൻ ബൗണ്ടറി ഏതെന്ന് ചോദിച്ചാൽ ഇവിടത്തെ ഈ തീരപ്രദേശം മാത്രമല്ല, കരഭൂമി മാത്രമല്ല ഇന്ത്യൻ ബൗണ്ടറി എന്ന് പറയുന്നത്. ഏതും കൂടി വരും. ഈ കരയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസ് വരെ ആരുടെ ഏരിയയാണ്? ഇന്ത്യയുടെ ഏരിയയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കി നോക്കുക, ഇവിടെ 200 നോട്ടിക്കൽ മൈൽസ്, ഇവിടെ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് എന്താണ്? ഈ കുട്ടി ജനിച്ചിട്ടുള്ള ഇന്ത്യയുടെ വാട്ടർ ബോഡിയിലാണ് ജനിച്ചിട്ടുള്ളത്. ഓക്കെ, വാട്ടർ ഏരിയയിലാണ് ജനിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഇന്ത്യയുടെ വാട്ടർ ബൗണ്ടറിക്കകത്ത് ജനിച്ച് ഏതൊരു കുട്ടിക്കും എന്ത് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പറ്റും? ഇന്ത്യൻ സിറ്റിസൺഷിപ്പും ഗ്രാന്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്ത്യക്ക് അകത്ത് മണ്ണിൽ ജനിക്കണമെന്ന്, മണ്ണിന്റെ ഏരിയയിൽ ജനിക്കണമെന്ന് മാത്രമല്ല, ലാൻഡിൽ മാത്രമല്ല ബർത്ത് വരുന്ന, എവിടെ കൂടി വരും? വാട്ടറിലും കൂടി വരും. അവിടെ എന്താണ്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ചോദിക്കും, നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം വേണോ വേണ്ടേ? ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്തു വയ്ക്കണം. ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് ക്യാൻ ബി ഗ്രാന്റഡ് ബർത്ത് ഓൺ എ ലാൻഡ് ഓർ ബർത്ത് ഓൺ വാട്ടർ ബൗണ്ടറി. ഓക്കെ, വാട്ടർ ബൗണ്ടറിക്കുള്ള സിറ്റിസൺഷിപ്പും കൊടുക്കും, ലാൻഡ് ബൗണ്ടറി ജനിച്ചാലും സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബൈ ബർത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി രണ്ടാമത്തെ വഴിയാണ് ബൈ ഡിസെന്റ്. ബൈ ഡിസെന്റ് അല്ലെങ്കിൽ ബൈ ഹെറിഡിറ്ററി എന്ന് നമ്മൾ പറയും. ബൈ ഹെറിഡിറ്ററി. ഓക്കെ, ഈ രണ്ട് സെയിം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബൈ ഡിസെന്റ് അല്ലെങ്കിൽ ബൈ ഹെറിഡിറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ നോക്കുക, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്, രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഒരു രാജ്യത്താണ്. ഫോർ എക്സാമ്പിൾ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട്, രണ്ടുപേരും ഇന്ത്യക്കാർ തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരുപാട് പേര് ഗൾഫിൽ ജോലിക്ക് പോണ കണ്ടിട്ടില്ലേ? ഹസ്ബൻഡ് പോകും, പിന്നെ കല്യാണം കഴിച്ച് വൈഫും കൂടി പോകുന്നു. ഫോർ എക്സാമ്പിൾ UAE വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത്, ഏതെങ്കിലും രാജ്യത്ത് വർക്ക് ചെയ്യണം. അപ്പൊ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. എവിടെ വെച്ച് ജനിക്കുന്നു? UAE വെച്ച് തന്നെ ജനിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ആ വിദേശ രാജ്യത്ത് തന്നെയാണ് ജനിക്കുന്നത്. ഓക്കെ, ആ വിദേശ രാജ്യത്ത് വെച്ചാണ് ജനിക്കുന്നത്. അങ്ങനെ വിദേശ രാജ്യത്ത് വെച്ച് ജനിക്കുമ്പോൾ ആ കുട്ടി ഇന്ത്യയിലല്ല ജനിച്ചിട്ടുള്ള. ഇന്ത്യയിൽ ജനിച്ചത് ഏതൊരാൾക്കും എന്ത് കൊടുക്കാം? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കാം ബൈ ബർത്ത്. ഇവിടെ ആ കുട്ടി ഇന്ത്യക്കകത്താണോ ജനിച്ചത്? അല്ല. പക്ഷെ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ ഒരു താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തിരിക്കണം? ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ത് കൊണ്ടുവന്നിരിക്കണം? 1 വർഷത്തിന്റെ അകത്ത് എന്ത് കൊണ്ടുവന്നിരിക്കണം? ഇന്ത്യക്കകത്ത് കൊണ്ടുവന്ന്, എന്നുവെച്ചാൽ ആ കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് 1 വയസ്സാവുന്ന മുമ്പ് ആ കുട്ടിക്ക് എന്താണ്? ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടെ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒരു പ്രശ്നമില്ലാതെ കിട്ടും. ബിക്കോസ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്താണ്? ആ ഫാദറും മദറും പ്രോപ്പർ ഇന്ത്യക്കാരാണ്. ഓക്കെ, പൂർണ്ണമായിട്ടും ഇന്ത്യൻസ് ആയിട്ടുള്ള 2 വ്യക്തിയുടെ ഒരു കുട്ടി മറ്റൊരു രാജ്യത്ത് ജനിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷെ 1 വയസ്സാവും മുമ്പ് ആ കുട്ടിക്ക്, ഓക്കെ, 1 ഇയർ എന്ന് പറയുന്ന പ്രായമാവും മുമ്പ് എവിടെ എത്തിച്ചിരിക്കണം? ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കണം. ഇന്ത്യയിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വഴി സിറ്റിസൺഷിപ്പ് ലഭിക്കും? ബൈ ഡിസെന്റ് വഴി എന്താണ്? സിറ്റിസൺഷിപ്പ് ലഭിക്കും. അല്ലെങ്കിൽ ബൈ ഹെറിഡിറ്ററി വഴി എന്താണ്? സിറ്റിസൺഷിപ്പ് ലഭിക്കും. ബിക്കോസ് അച്ഛനും അമ്മയും ഇന്ത്യക്കാരായിരുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ഇനി മൂന്നാമത്തെ വഴിയാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് അപ്പൊ നോക്കുക, നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇതിൽ ഓർത്ത് വയ്ക്കണം. എന്ന് പറയുമ്പോൾ ബൈ ഡിസെന്റ് അല്ലെങ്കിൽ ബൈ ഹെറിഡിറ്ററി വരുമ്പോഴത്തേക്കുള്ള ഒരു ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ, ആ കുട്ടി മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് നേടാൻ പാടില്ല. നമ്മൾ എന്താണ് UAE എന്ന് പറയുന്ന കേസിന്റെ എക്സാമ്പിൾ പറയുന്നു. കുട്ടിയുടെ അച്ഛനും അമ്മ എന്താണ്? ഇന്ത്യക്കാരാണ്. കുട്ടി 1 ഇയറിന്റെ അകത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും, ഈ 1 വയസ്സാവും മുമ്പ് കുട്ടിയെ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ കുട്ടി എന്ത് ചെയ്യാൻ പാടില്ല? ആ കുട്ടിയെ കൊണ്ട് UAE സിറ്റിസൺഷിപ്പ് എടുപ്പിക്കാൻ പാടില്ല. ഓക്കെ, ഒരു സിറ്റിസൺഷിപ്പും ഇല്ലാത്ത ഒരു കുട്ടിയായിരിക്കണം കുട്ടി എന്നുള്ള. അല്ലെങ്കിൽ UAE സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യുക? UAE സിറ്റിസൺഷിപ്പ് വേണ്ട, എനിക്ക് എന്ത് തരാം? നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണമെന്ന് എന്ത് പറയണം? ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പറയണം. എന്നാൽ മാത്രമേ ബൈ ഡിസെന്റ് വഴി എന്താണ്? സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. ബൈ ഡിസെന്റ് വഴി സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ വഴിയാണ് വരുന്നത് ബൈ രജിസ്ട്രേഷൻ. ബൈ രജിസ്ട്രേഷൻ. ഓക്കെ, രജിസ്ട്രേഷൻ മുതൽ ഒന്ന് ശ്രദ്ധിച്ചോണം ഇവിടെ. ഓക്കെ, ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് നമുക്ക് എളുപ്പമായിട്ട് കിട്ടുന്നതാണെങ്കിൽ ബൈ രജിസ്ട്രേഷനും അടുത്ത സ്റ്റെപ്പും കുറച്ചൊന്ന് ഓർത്തു വെക്കേണ്ട സംഭവമാണ്. ബൈ രജിസ്ട്രേഷൻ ആണെങ്കിൽ സപ്പോസ് കൺസിഡർ ചെയ്യുക, ഒരു പയ്യനുണ്ട്. ഓക്കെ, ഒരു പയ്യനുണ്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്? ഒരു ഇന്ത്യക്കാരനാണ്. പുള്ളിക്കാരൻ ഇന്ത്യക്കാരാണ്. ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം പഠിക്കാൻ പോവുകയാണ്. എവിടെയാണ്? പഠിക്കാനോ ജോലിയോ എന്തെങ്കിലും ആവശ്യത്തിന് എവിടെ പോകണേ? ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിൽ പോകാൻ. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇദ്ദേഹം നിന്ന് പഠിക്കുകയാണ്. പഠിച്ച് അവിടെ ജോലി കിട്ടി. ജോലി കിട്ടിയതിനു ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലുള്ള ഒരു വനിതയെ കല്യാണം കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാരനായിട്ടുള്ള പയ്യൻ എന്ത് ചെയ്തു? ഒരു ഓസ്ട്രേലിയൻ വനിത എന്ത് ചെയ്തു? കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി ഓസ്ട്രേലിയയിലൊക്കെ നിന്നാൽ മതിയാ, ഇനി തിരിച്ചെവിടെ പോവാം, ഇന്ത്യയിലോട്ട് പോവാന്ന് ഇവര് തീരുമാനിച്ചു. അപ്പൊ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ പയ്യൻ ഓസ്ട്രേലിയയിലോട്ട് പോയെങ്കിലും അവിടെ ഒരിക്കലും ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടില്ല. ആളെന്ത് തന്നെയായിരുന്നു, ഇന്ത്യൻ ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. പക്ഷെ ഈ ലേഡി എന്ന് പറയുന്നത് എന്താണ്, ഓസ്ട്രേലിയ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്, ഓസ്ട്രേലിയക്കാരിയാണ്. അപ്പൊ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഈ പയ്യൻ എന്താണ്, ആ ഒരു ഇന്ത്യക്കാരനാണ്, പ്രശ്നമില്ല. പക്ഷെ പെൺകുട്ടി എന്ന് പറയുന്നത് എന്താണ്, ഷീസ് എ ഫോറിനർ, എന്താണ്, ഒരു ഓസ്ട്രേലിയക്കാരിയാണ്. പക്ഷെ ഇവർ ഇനി ലൈഫ് എവിടെയാണ് ജീവിക്കാൻ തീരുമാനിക്കുന്നത്, ഇന്ത്യയിലാണ് ലൈഫ് ജീവിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അപ്പൊ എന്ത് വേണം, ഇവർ ഓസ്ട്രേലിയയിലായിട്ട് ഈ ഓസ്ട്രേലിയൻ വനിത ഇവിടെ നിൽക്കുന്നതിന് ഇഷ്യൂ ഉണ്ട്, ഈ പയ്യൻ നിൽക്കുന്നതിന് ഇഷ്യൂ ഇല്ല. ഇഷ്യൂ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ഇവിടെ വിസിറ്റ് വിസ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിസ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടോണം, അപ്ഡേറ്റ് ചെയ്ത് പൊക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഒരുപാട് പൈസ ചെലവ് വരും. അപ്പൊ എന്ത് തീരുമാനിക്കുന്നു, ഈ പയ്യൻ പറയുന്നത് എന്തായാലും നമ്മൾ ഇന്ത്യയിലോട്ട് സെറ്റിൽ ആവല്ലേ, അപ്പൊ ഈ ലേഡിയിലൂടെ പറയണം എന്ത് ചെയ്യാൻ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇവർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പോകുമ്പോൾ ഇവരെ ഫ്രണ്ടിൽ വരുന്ന വഴി എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബൈ രജിസ്ട്രേഷൻ. ഇവർക്ക് രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാൻ പറ്റും. അതിന് ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പയ്യനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ലേഡി ഇവിടെ ഓടിച്ചെന്ന് ഇവർക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കൂല. നിങ്ങൾ ഒരു ഇന്ത്യക്കാരനെ കല്യാണം കഴിച്ചതല്ലേ, ഇന്ത്യയിലും സെറ്റിൽ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് നമ്മൾ ബൈ രജിസ്ട്രേഷൻ സിറ്റിസൺഷിപ്പ് തരാമെന്ന് ഉടനെ എടുത്ത് കൊടുക്കൂല. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 7 വർഷം വരെ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ താമസിക്കണം. ഇന്ത്യയിൽ 7 ഇയേഴ്സ് എന്താണ് ജീവിച്ച് കാണിക്കണം. ഈ 7 ഇയേഴ്സ് നിൽക്കുമ്പോഴത്തേക്കും ഈ ലേഡി ഒരു കംപ്ലൈന്റ്, ഒരു ക്രിമിനൽ കേസിന്, പെറ്റി കേസ് കുഴപ്പമില്ല, ഒരു ക്രിമിനൽ കേസിനും എന്താണ്, പ്രതിയാവാൻ പാടില്ല. ഏതെങ്കിലും ക്രിമിനൽ കേസിന് പ്രതിയായാൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടൂല. 7 വർഷം വരെ ഒരിക്കലും ഒരു ക്രിമിനൽ കേസിന് പ്രതിയാവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കും, ഓക്കെ, ഒന്നിനും പ്രതിയാവാതെ ക്ലീൻ ചിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് കൊടുക്കും, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കും ബൈ രജിസ്ട്രേഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലേഡി എന്തായി മാറും, ഓസ്ട്രേലിയൻ സിറ്റിസണിൽ നിന്ന് മാറി ഒരു പ്രോപ്പർ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് മാറും. ഓക്കെ, പക്ഷേ 7 വർഷം എന്ന് പറയുന്ന ടൈം പീരീഡ് ഇവിടെ ഇന്ത്യയിൽ ജീവിച്ച് കാണിക്കണം. ക്ലിയർ ആണോ? ഇതാണ് ബൈ രജിസ്ട്രേഷൻ. ഇവിടെ മറ്റൊരു ക്ലോസും കൂടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഞാൻ ഇപ്പം പഠിപ്പിച്ചപ്പോൾ ബൈ ഡിസെന്റ് അല്ലെങ്കിൽ ബൈ ഹെറിഡിറ്ററി ബൈ നാച്ചുറലൈസേഷൻ നേടുമ്പോൾ ആ കുട്ടിക്ക് എത്ര വയസ്സ് കഴിഞ്ഞിരിക്കാൻ പാടില്ല, 1 വയസ്സിന്റെ അകത്ത് എത്തണം. വെച്ചാൽ ജനിച്ച് 1 വർഷത്തിന്റെ അകത്ത് എന്താണ്, കുട്ടിയെ കൊണ്ടുവന്ന് സിറ്റിസൺഷിപ്പ് എടുത്തിരിക്കണം. പക്ഷെ സപ്പോസ് 1 വർഷത്തിന്റെ അകത്ത് വരാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് കോവിഡ് ആയിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു, പലർക്കും ഇങ്ങനെ വരാൻ പറ്റാത്തൊരു ഓപ്ഷൻ വന്നുപോയി. അപ്പോൾ അവർക്ക് വേണ്ടി ഓക്കെ, അങ്ങനെ ഏതെങ്കിലും കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് 1 വയസ്സെന്ന് പറയുന്ന പ്രായം എന്താണ്, കഴിഞ്ഞു പോയി. പക്ഷെ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണ്. എന്നാൽ ആ കുട്ടിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കേണ്ട മറ്റൊരു വഴിയാണ് ബൈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൈ രജിസ്ട്രേഷൻ എന്താണ്, ആ കുട്ടിക്ക് മറ്റൊരു വഴിയും സിറ്റിസൺഷിപ്പ് നേടാം. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസം നിങ്ങൾക്ക് തോന്നൂല. ആ കുട്ടിക്ക് ബൈ ഡിസെന്റ് വഴി നേടാം, ബൈ രജിസ്ട്രേഷൻ വഴി നേടാം. എന്നാൽ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് പതുക്കെ ഓക്കെ ഓടിപ്പടച്ച് 1 വയസ്സാവും മുമ്പ് ഇങ്ങനെ പറഞ്ഞതിനെ കാട്ടുന്നില്ല, പതുക്കെ ഒന്ന് സിറ്റിസൺഷിപ്പ് നേടിക്കൂടെയാണ്. ഇത് വ്യത്യാസം വരും. എവിടെയെന്ന് വെച്ചാൽ ഇന്ത്യക്കകത്തുള്ള പല പോസ്റ്റിലുള്ള ഒരു ജോലിക്ക് വേണ്ടി ഇവർ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ വ്യത്യാസം വരും. അവിടെ നോക്കുന്ന സിറ്റിസൺഷിപ്പ് ഏത് വഴിയാണ് നേടുക. ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ 5-ൽ വെറും 2 വഴിയിൽ ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. ചീഫ് ജസ്റ്റിസ് ആവാൻ, പ്രൈം മിനിസ്റ്റർ ആവാൻ, വൈസ് പ്രസിഡന്റ് ആവാൻ, അവിടേക്ക് എന്താണ് ഈ സിറ്റിസൺഷിപ്പിന്റെ വാല്യൂ വരും. അവിടെ ഈ ഡിസെന്റും ബൈ രജിസ്ട്രേഷൻ തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ പ്രശ്നമില്ല, 1 വയസ്സായിക്കോട്ടെ 7 വയസ്സായിക്കോട്ടെ. പക്ഷെ ഇന്ത്യയിലെ പല പോസ്റ്റ്, ഇങ്ങനത്തെ പോസ്റ്റ് മാത്രമല്ല ഹയർ ആയിട്ട് വരുന്ന മറ്റു പല പോസ്റ്റുകളിലും എന്താണ് ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് വരിച്ചു. അവിടെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഇവിടെ നിങ്ങൾ ബൈ രജിസ്ട്രേഷൻ വഴിയാണെങ്കിൽ ഇഫ് എ ഫോറിനർ ഹാസ് മാരീഡ് എ ഇന്ത്യൻ പേഴ്സൺ, അതൊരു മെയിൽ ആവാം ഫീമെയിലും ആവാം. ഓക്കെ, മാരീഡ് എ ഇന്ത്യൻ പേഴ്സൺ ആൻഡ് ഇഫ് ദ ഫോറിനർ നീഡ്സ് ഇൻ സീക്ക് ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഓക്കെ, ദ ഫോറിനർ ഈസ് ഇൻ നീഡ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, then the person has to live in India for 7 years without even a single criminal case. ഒരൊറ്റ ക്രിമിനൽ കേസ് പോലും ഇല്ലാതെ ജീവിച്ച് കാണിച്ചാൽ മാത്രമേ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുള്ളൂ ബൈ രജിസ്ട്രേഷൻ. ആൻഡ് ത്രൂ ദിസ് വേ children above the age of 1 year, okay, children above the age of 1 year who missed citizenship by descent, okay, descent വഴി സിറ്റിസൺഷിപ്പ് നേടാൻ പറ്റാതെ പോയവർക്ക് രജിസ്ട്രേഷൻ വഴി നേടാം. പരീക്ഷ ചോദിക്കും ചിൽഡ്രൻ ഗെയിൻ സിറ്റിസൺഷിപ്പ് ബൈ വിച്ച് വേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ രജിസ്ട്രേഷൻ ആയിരിക്കും ഒരു ഓപ്ഷൻ വരുന്നത്. രജിസ്ട്രേഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ, ഡിസെന്റ് തരില്ലേക്കും, അപ്പോൾ രജിസ്ട്രേഷൻ ആയിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ പരീക്ഷ ചെയ്യും 1 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏത് വഴി സിറ്റിസൺഷിപ്പ് നേടാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബൈ രജിസ്ട്രേഷൻ. ഓക്കെ, നമ്മളൊക്കെ ഇന്ത്യ ജനിച്ചു, നമുക്ക് ഓട്ടോമാറ്റിക് ജനിക്കുന്ന അന്ന് തന്നെ എന്ത് കിട്ടുകയാണ്, സിറ്റിസൺ, ഇന്ത്യൻ പൗരനാണ് നമ്മളെല്ലാം. അന്ന് തന്നെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ അന്ന് രജിസ്റ്റർ ആവാണ് ഇന്ത്യൻ സിറ്റിസൺ എന്ന്. അപ്പൊ നമുക്ക്